പാകിസ്ഥാൻ സൗദി ബന്ധം നിങ്ങൾ വായിച്ചു കാണും. ഇന്ത്യൻ പത്രങ്ങളിലൊക്കെ ഇന്ത്യൻ വെബ്സൈറ്റിലൊക്കെ വലിയ വാർത്തയാണ് ഇത് വന്നിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയിൽ പാനിക്കായി. കാരണം ഈ രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് സൗദിയെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും. സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും. അതിന് വലിയ പ്രസക്തി ഞാൻ കൊടുക്കുന്നില്ല. പക്ഷെ തിരിച്ചുള്ള സംഭവം പ്രസക്തിയുണ്ട്. എല്ലാ ഇന്ത്യയെ ശരിക്കും ബാധിക്കും. അതായത് ഇന്ത്യയുടെ ഡിപ്ലോമസി കംപ്ലീറ്റ് കൊളാപ്സായി. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പെട്ടെന്ന് ഒരു പത്രപ്രസ്താവന ഇറക്കുന്ന ഇന്ത്യക്കാർ ഭയക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇതൊക്കെ ഞാൻ വളരെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടുള്ള അടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും പ്രശ്നമുണ്ടാകും ഇന്ത്യക്കെതിരെ. അന്ന് ഈ കൊരങ്ങൻ സംഘപരിവാരകാരൻ ബന്ധു പറഞ്ഞ് ഇന്ത്യ ബാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു വല്ലാത്ത രീതിയിൽ ബാധിക്കും. കാരണം ഇത് നമ്മൾ സൂക്ഷിച്ച് പഠിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് അമേരിക്കൻ ഗെയിം. ഇത് മുഴുവനും അമേരിക്കൻ ഗെയിമാണ്. അല്ലെങ്കിൽ ഈ സൗദിയും പാകിസ്ഥാനും തന്നെ അത്ര ബന്ധമൊന്നും ആയിരുന്നില്ല. രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ്. സൗദി തന്നെയാണ് ഈ പാകിസ്ഥാനിലുള്ള ആളുകളുടെ ഉംറ ഹജ്ജിൻ്റെ എണ്ണം വെട്ടി അങ്ങ് ചുരുക്കി. കാരണം ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലും സൗദി അറേബ്യയും UAEയും നമ്മുടെ കൂടെ നിൽക്കുവാണ്. ഖത്തർ അത്രയില്ല. ആ രാജ്യം ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുന്നു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കും എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്നുണ്ടായത്? ഒന്നാമത് ട്രംപുമായിട്ടുള്ള ഇവരുടെ അമേരിക്കയുമായിട്ടുള്ള അറബ് രാജ്യങ്ങളിലെ ബന്ധമാണ് ഒന്നാമത്തേത്. ഇതാണ് അമേരിക്ക ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തത്. രണ്ടാമത്തെ ഇന്ത്യത്തിൽ ഒരു ബിസിനസ് ആംഗിൾ ഉണ്ട്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കിയാലേ അത് പിടികിട്ടുകയുള്ളൂ. 1% ഉണ്ടായിരുന്ന ക്രൂഡ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് ഇപ്പോഴത് 40% മാറി. ഈ 40% മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രൂഡ് യൂഷ്വലായിട്ട് മേടിക്കുന്ന സൗദിയിൽ നിന്നും UAEയിൽ നിന്നും ഇന്ത്യയിലോട്ടുള്ള ക്രൂഡ് കുറഞ്ഞു, എനർജി കുറഞ്ഞു, അവിടെ നിന്ന് ക്രൂഡ് ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും, ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബാധിക്കും. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ അറിയാൻ സാധിച്ചത്, അതായത് സൗദി അറേബ്യ പാകിസ്ഥാൻകാർക്ക്, പാകിസ്ഥാൻ പട്ടാളത്തിന്, അതായത് സൗദി അറേബ്യൻ മണ്ണിൽ അവിടുത്തെ ബേസ് ഉണ്ടാക്കാൻ നേരത്തെ ഇന്ത്യയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ബേസ് ഉണ്ടാക്കുന്ന കാര്യം ട്രംപ് ഏകദേശം സമ്മതിച്ചിരിക്കുമായിരുന്നു. ട്രംപിൻ്റെ നിർബന്ധമായിരുന്നു ഇന്ത്യ ബേസ് ഉണ്ടാകട്ടെ, മിഡിൽ ഈസ്റ്റ് മുഴുവൻ സെക്യൂരിറ്റി. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനം സെക്യൂരിറ്റി. എഗ്രീഡ്. ഈ സെക്യൂരിറ്റി അമേരിക്കയാണ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് അമേരിക്ക വലിച്ചെടുത്തുകൊണ്ട് വരികയാണ് പാകിസ്ഥാനെ. ഈ സ്ഥാനം ഇന്ത്യക്ക് കൊടുക്കാൻ പോയതാണ്. നേരത്തെ ഞാനത് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് ഇന്ത്യ അങ്ങ് റീപ്ലേസ് ചെയ്യുക. മിഡിൽ ഈസ്റ്റിൻ്റെ സെക്യൂരിറ്റി ഇനി കൂടുതൽ അമേരിക്ക വലിയ മേജർ റോള്, ബിഗ് ബ്രദറിൻ്റെ റോള് കളിക്കും. രണ്ടാമത്തെ റോള് പാകിസ്ഥാൻ കളിക്കും. ആ ഗെയിമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുമല്ല, ഈ രണ്ട് രാജ്യങ്ങളും ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ചില അറേബ്യൻ രാജ്യങ്ങളുടെ ധാരണ ഇസ്രായേൽ അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഈ പറയുന്ന ഈ ഷിയ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, ഹൂത്തികൾ, അതേപോലെ തന്നെ ഇറാൻ്റെ മറ്റുള്ള പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്. അതിനെ നേരിടാൻ അല്ലെങ്കിൽ അമേരിക്കയെ സമ്മതിക്കുമോ? ഇതൊക്കെ അമേരിക്കൻ ഗെയിം പ്ലാനാണ്. മോദിയുടെ പരാജയമാണ് ഡിപ്ലോമസി ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. മോദിയുടെ 75ാം പിറന്നാളിന് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ കിട്ടിയ അടിയാണ് പാകിസ്ഥാൻ സൗദീസ് ഈ ഒരു ധാരണയിലോട്ട് പോയേക്കുന്നത്. ഇനി അവിടെയുള്ള ഇന്ത്യക്കാർക്ക് പ്രശ്നം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. ഉറപ്പായിട്ടും അവിടെയുള്ള ഇന്ത്യയിൽ കച്ചവടവും ബിസിനസ്സും കിടന്ന് നിങ്ങൾ പലരും ധരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കുണ്ടാകും.
എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കും, ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ സൗദിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ബംഗ്ലാദേശികളാണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ 2.5 മില്യൺ അവരുടെ കണക്കനുസരിച്ചാണ് ഇന്ത്യക്കാരാണ്. അത് കഴിഞ്ഞ് 2.35 മില്യൺ പാകിസ്ഥാനികളാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനാണ്. ഈ സൗദി അറേബ്യയാണ് ഇന്ത്യക്കാർ. അത് 2.5 എന്ന് പറയുന്ന കണക്കാണ്. അത് അതിനേക്കാളും 3.3 അടുത്തൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഇല്ലീഗലായിട്ടുമൊക്കെ പോയി ജോലി ചെയ്യാൻ താമസിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രത്യക്ഷത്തിൽ അടി കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ പല ഡിപ്ലോമസിയും ഈ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് അടിമൂടി തെറ്റുകയാണ്, മുഴുവനും തെറ്റിപ്പോയി. ഇന്ത്യ അറബ് രാജ്യങ്ങളും മോദി ഉണ്ടാക്കിയൊരു ബന്ധമുണ്ടോ? ഭയങ്കര ബന്ധമായിരുന്നു. ഇനി അടുത്ത് അറിയാൻ പോകുന്ന സംഭവമുണ്ട്. ഇപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് ന്യൂയോർക്കിലോട്ട് പോവാണ് UN ജനറൽ അസംബ്ലിയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഷബാസ് ഷെരീഫും തമ്മിൽ വലിയ മീറ്റിംഗ് നടക്കാൻ പോവാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനി അവരുടെ ആർമി ചീഫുമായിട്ടും അസിഫ് മുനീർ. ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നില്ല, ഗ്ലോബലി ഒറ്റപ്പെടുമെന്ന് പേടിച്ചിട്ട്. ഇതിനൊക്കെ കാര്യം പറയട്ടെ, അമേരിക്കയെ ചൊടിപ്പിച്ച കാര്യമുണ്ട്. പെട്ടെന്ന് പോയി ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയി. കാരണം എന്താണ് അമേരിക്ക ഇന്ത്യക്ക് കൊടുത്ത വാക്ക്? എന്ത് വാഗ്ദാനമായിരുന്നു കോഡെന്ന് പറയുന്നത്? കോഡെന്ന് പറയുന്നത് ഇന്ത്യയെ ഗ്ലോബൽ ഒരു ശക്തിയാക്കി സൈനിക പവറാക്കി മാറ്റുക. ജാപ്പനീസ് സാങ്കേതികവിദ്യ, അമേരിക്കൻ ഇവരുടെ ഫണ്ടിങ്ങും, ഈ 3 രാജ്യങ്ങളുടെ ഫണ്ടിങ്ങും കൊണ്ട് ചൈനയ്ക്കെതിരെ കൊണ്ടുവരിക. ഇതാണ് ഈ ചൈനയെ പോയി കെട്ടിപ്പിടിച്ച് എല്ലാം ഉടച്ച് ദൂരെ കളഞ്ഞത്. പിന്നെ പുതിയൊരു പ്രസ്താവനയും വന്നു, പീറ്റർ നവാരോ. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ SCO സമ്മിറ്റിൽ ആ ഡിസ്കഷൻ നടക്കുമ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും വല്ലാതെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു. അത് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ നിന്നും വന്നത്. ഉറപ്പായിട്ട് ഇത് ലീക്കായ സംഭവം. അടുത്ത ചോദ്യം, ഇന്ത്യയെ പെട്ടെന്ന് ചാടിക്കയറി ചൈനയെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു? അതായത് നമ്മുടെ പൊട്ടൻഷ്യലായിട്ടുള്ള ശത്രുവിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു? പെട്ടെന്ന് ചാടിക്കയറി. അവിടെയാണ് പാളിച്ച ഉണ്ടായത്. രണ്ടാമത്തെ സെറ്റ് ബാക്കാണ് സൗദി പാകിസ്ഥാൻ സംഭവം. പാകിസ്ഥാനാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പണുള്ള രാജ്യമാണ്. അതുമായിട്ട് സൗദി അങ്ങ് ടൈപ്പായി, കംപ്ലീറ്റ് ടൈപ്പ്. അതായത് ഇന്ത്യ കട്ട് ചെയ്യും എന്നുള്ളതാണ് വരാനുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയും. ചിലപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ട് ഒഴിവായി കളയും. ചെറിയൊരു റിലേഷൻഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. കാരണം അവരുമായിട്ടുള്ള ഈ ഓയിലിൻ്റെ ട്രേഡ് അങ്ങ് കുറഞ്ഞു. ഇനി പാകിസ്ഥാൻ എക്കോണമി ഒരു ഭയങ്കരമായിട്ട് കയറി സഹായിക്കും. അതായത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇനി ഇൻവോൾവ് ചെയ്യും. കാശ്മീർ ഇഷ്യൂ എടുത്തുകൊണ്ട് വരും. ഇത്രയും നാളും ഈ അറബ് രാജ്യങ്ങളും എല്ലാം പറഞ്ഞിരുന്ന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. ഇനിയും കണ്ടോണം, ഇവരെല്ലാവരും പറയും കാശ്മീർ പാകിസ്ഥാൻ്റെയാണ്. മുഴുവനും ടേൺ അറൗണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഡിസാസ്റ്റർ, ദുരന്തത്തിൽ നിന്നും ദുരന്തത്തിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. ഗ്ലോബലി നമ്മൾ ഒറ്റപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ഇവരുടെ ഒക്കെ ഫ്യൂച്ചറിനെ ബാധിക്കാൻ പോയി. ഇപ്പം സൗദിയുമായിട്ട് കരാറുണ്ടായി, ഇതേ കരാർ UAE-യുമായിട്ടുണ്ടാവും. അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ 2 ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ പാകിസ്ഥാനും ഇവർക്ക് ഉറപ്പ് കൊടുക്കും. അവരവിടെ ഉണ്ടാകുന്ന ടെററും ഈ പരിപാടികളൊക്കെ അവരും നിർത്താം. അതിനകത്ത് മനസ്സിലായി, ഇസ്ലാം ഇന്ത്യൻ ടെറർ അല്ല, ഇസ്ലാമിക് ടെററിൻ്റെ അകത്തെ രുദ്രഭാവം, അതിനെ അവർ കുറയ്ക്കാമെന്ന് പറയാം. അടി കിട്ടുന്നത് ഇന്ത്യക്കാണ്. ഇപ്പോൾ ഇന്ത്യയിലോട്ട് നമ്മൾ കണ്ടു പുതിയ രീതിയിലുള്ള ജിഹാദ് ഫാക്ടറിയൊക്കെ ഇന്ത്യയുടെ ബോർഡറിൽ വരാൻ പോവുക. ഇതിനൊക്കെ ഫണ്ട് വേണം, പണം വേണം, ആയുധം വേണം. അപ്പോൾ ഈ പണവും ആയുധവും ഒഴുകും. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ത്യൻ ഡിപ്ലോമസിയുടെ കംപ്ലീറ്റ് ഫെയിലിയറാണ് ഈ സംഭവത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്നത്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലൊക്കെ പോയി നമ്മുടെ ശശി തരൂർ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു, വാടയാണ് കോടയാണ് അതാണ് ഇതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞത് ഫെയിലിയറാണ്. ഇതുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അമേരിക്കയുടെ സപ്പോർട്ട് മേടിച്ചിട്ടേ പോകാവൂ. അത് നടന്നില്ല. അമേരിക്ക പടിയും. ഈ ശശി തരൂരിനെ കൂട്ടരുന്ന അമേരിക്കയിൽ ആ ന്യൂയോർക്കിൽ അവർ ഒറ്റ ഉദ്യോഗസ്ഥന്മാർ കാണാൻ കൂട്ടാക്കിയില്ല. നാണം കെട്ടുപോയി ഇന്ത്യ അവിടെ. പിന്നെ അവിടെ ചെറിയ ചെറിയ കൊച്ചു രാജ്യങ്ങളിൽ പോയി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും വന്നു. അപ്പം അറബ് രാജ്യത്തിൽ പോയി ഭയങ്കര കയ്യടിയായിരുന്നു. അനുരാഗ് താക്കൂർ, രവിശങ്കർ പ്രസാദൊക്കെ പറഞ്ഞു. അവസാനം എന്തോ ഉണ്ടായത്? പാകിസ്ഥാനെ പിടിച്ച് മടിയിലെത്തിയവർ ഇന്ത്യയോട് പറഞ്ഞ് കടക്ക് പുറത്ത്, ആ വാക്ക്. ഇതല്ലേ ഉണ്ടായത്. അൾട്ടിമേറ്റ്ലി ആരാണ് ഫെയിലിയർ ആയത്? നമ്മുടെ രാജ്യം തോറ്റുപോയി. ഇതല്ലേ ഉണ്ടായത്. അതായത് നമ്മൾ ഡിപ്ലോമസിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് സൗദി, പാകിസ്ഥാൻ. അടുത്ത സൗദി, ഇനി പറയുന്ന പാകിസ്ഥാൻ, UAE, അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടെല്ലാം അങ്ങ് ക്ലബ് ചെയ്യും. കാര്യം എന്താ? അവൻ ന്യൂക്ലിയർ പവറാണ്. ഈ രാജ്യങ്ങളുള്ള ഇന്ത്യക്കാരൻ്റെ ഒക്കെ ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം ഇത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആവും. ഞാനത് വളരെ വളരെ പഠിച്ചിട്ടാണ് ഇഷ്യൂ പറയുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യക്കാരെയാണ്. അവരുടെ ലൈഫിനെ ബാധിക്കും, അവരുടെ ജോലിയെ ബാധിക്കും, ആ കുട്ടികളുടെ അവിടെ എഡ്യൂക്കേഷൻ. ഇത്ര ലക്ഷക്കണക്കിന് പേരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇതാണ് മോദിയുടെ ഫെയിലിയർ എന്ന് ഞാൻ പറയാം. മോദിയുടെ പേഴ്സണൽ ബുദ്ധി ഇതുകൊണ്ടൊന്നും അല്ല പറയുന്നത്. അമേരിക്ക ഇപ്പോൾ അവിടെ ചൊറിയാൻ പോയി അവിടുന്ന് അടിക്കിട്ട് തിരിച്ചു പോകുന്നു. അവിടെ ഇപ്പോൾ ഇന്ത്യക്കാരെ കയറ്റുന്നില്ല. അത് കഴിഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോവുക. ഇതിൻ്റെയൊക്കെ എന്ത് ആവശ്യമുണ്ടത്? നല്ല സുഹൃത്തായിട്ടും ബന്ധമായിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചൊറിയാൻ പോയി സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആയിപ്പോയി. അവസാനം എലിയെ കണ്ടും മാളത്തിൽ എലി ഒളിക്കുന്ന പോലെ ഒളിക്കുന്ന രീതിയിലോട്ട് ഇന്ത്യ മാറി. അത് കഴിഞ്ഞ് ചൈനയിൽ പോകുന്നു, ഷീ ജിൻപിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു, ഇപ്പുറത്ത് പുടിനെ കെട്ടിപ്പിടിക്കുന്നു. അവസാനം ഇപ്പൊ കെട്ടിപ്പിടിക്കാൻ ആരുമില്ലാതായി. ഇതല്ലേ ഉണ്ടായത്. ഈ ഡാം ഫെയിലിയറിന്റെ കാര്യം എന്താ? മോദി ഗവൺമെന്റിന്റെ ഡിപ്ലോമസിയുടെ ഫെയിലിയർ. അതാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ഇന്ത്യ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യ വ്യത്യാസമായിരിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി ഇന്ത്യ ഒറ്റപ്പെടുത്തും. അതിന് ഓരോ ചാൻസുകൾ ഇന്ത്യ ഗവൺമെന്റ് വിട്ടുകൊടുത്തു. ട്രംപുമായിട്ട് ഇഷ്യൂ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് റഷ്യൻ ക്രൂഡുമായിട്ട് ഇഷ്യൂ, ക്രൂഡിന്റെ പ്രശ്നമാകുന്നു. ഇനി ഏത് അറേബ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്? ഗ്ലോബൽ ഫോറത്തിലൊക്കെ ഇന്ത്യക്കെതിരെ പല സംഭവം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്യാരണ്ടി എടുത്തു, ഒരൊറ്റ രാജ്യം ഇന്ത്യയുടെ കൂടെ നിൽക്കില്ല. ഇപ്പം അടുത്ത സംഭവം അമേരിക്ക ബംഗ്ലാദേശുമായിട്ട്, അതായത് വാറിൻ്റെ, ഇപ്പം അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് മാറി വാർ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. അവരവിടെ ട്രയലും പരിശീലനമൊക്കെ തുടങ്ങി. അമേരിക്ക ബംഗ്ലാദേശിൽ ഇവിടൊക്കെ വലിച്ചു കയറുന്ന ദേശീയ പാട്രിയോട്ടിക് കക്ഷികളൊക്കെ എന്ത് പറയുന്നു? അതാണ് ഞാൻ പറയുന്നത്. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ പ്രാധാന്യം ഭയങ്കരമാണ്. അതിനൊന്നും ചലഞ്ച് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റത്തൊന്നുമില്ല. എല്ലാ രീതിയിലും ഇന്ത്യയിൽ ഒതുക്കിക്കളയും. അതിൻ്റെ ഓരോ പടികളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സൗദിയായിട്ടുള്ള ഇഷ്യൂ, ഈ ബംഗ്ലാദേശിൻ്റെ, ഞാൻ ബംഗ്ലാദേശ് അമേരിക്കൻ ഈ സൈനിക ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം അത് പിന്നെ എന്നെ വല്ലാതെ ഷോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് പാകിസ്ഥാൻ ഏത് സമയത്ത് കടിക്കാൻ നിൽക്കുന്നു, ഇപ്പുറത്ത് ബംഗ്ലാദേശ്, അതിനേക്കാളും അപ്പുറത്ത് ചൈന. നോക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗതികേട്. ഇതിനെല്ലാം കൂടെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും? എല്ലാ ശത്രുക്കളും ഇപ്പുറത്ത് നേപ്പാളികൾ, ഇന്ത്യക്കാർക്കും കൂടെ പോകാൻ പറ്റത്തില്ല. അവിടുത്തെ പത്രക്കാരെ അടിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് നോൺസെൻസ് എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്നത് എനിക്ക് മോദി മാറണമെന്നൊന്നുമല്ല എൻ്റെ ഇഷ്യൂ. തെറ്റുകൾ തിരുത്തുക, കാര്യങ്ങൾ പറഞ്ഞ്. കാരണം ഈ പറയുന്ന ഹൈപ്പർ നാഷണലിസം, ഈ മോദി ഭക്തം പറയുന്നത് കേട്ട് പ്രവർത്തിക്കാതിരിക്കുക, സെൻസിബിളായിട്ട് മുന്നോട്ട് പോകുക. നമ്മുടെ ഇത്രയും ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ ബാധിക്കുകയാണ്. ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നു. എവിടെയാ ബാധിക്കാത്ത? എല്ലാവരെയും ബാധിക്കും. അതിൻ്റെ കൂടെ തള്ളും ബഹളവും.
ഇതാണ് ഒരു അറ്റാക്ക് കിട്ടുന്നത്. ഇപ്പോഴാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്ക് പിടി കിട്ടിയത്. ഇത് ആ തലയ്ക്കകത്താണ് ഈ പാര പണി കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പെട്ടെന്നൊരു പ്രസ്താവന ഇറക്കിയത്. അതായത് പാകിസ്ഥാനെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് മനസ്സിലാക്കുക. കഴിഞ്ഞിടയ്ക്ക് അമേരിക്കയിൽ പാകിസ്ഥാൻ്റെ വലിയൊരു എയർക്രാഫ്റ്റ് വന്നു. അത് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് മുഴുവൻ F-16 അതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാം അമേരിക്ക കൊടുക്കാൻ തയ്യാറായി. അതായത് പാകിസ്ഥാനെ അവർ ചൈനയുടെ അടുത്തോട്ട് പോകാതെ സംരക്ഷിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഉദ്ദേശം, അമേരിക്കയുടെ ഉദ്ദേശം. അവൻ ആ ബോധമെങ്കിലും ഉണ്ട്. അത് ഒരു ബോധവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ. പെട്ടെന്ന് ചൈനീസ് പ്രേമം. ചൈനയൊക്കെ ഇന്ത്യ വിഴുങ്ങി ദൂരെ കളയും 100%. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അമേരിക്കയും കരുതി ഇന്ത്യക്ക് കിട്ടുന്നതിന് പണി അങ്ങ് കൊടുത്തേക്കാം. ആ പണി മേടിക്കാൻ മോദി ഇങ്ങനെ രണ്ട് കൈയും നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.